ഇന്ന് നമുക്കൊരു അക്വേറിയം ഉണ്ടാക്കിയാലോ? അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് കൂടെ തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു അക്വേറിയം ഉണ്ടാക്കുന്നതിൻ്റെ A to C കാര്യങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അക്വേറിയത്തിന് ഗ്ലാസ് എടുക്കുന്ന സമയത്ത് പോളിഷ് ചെയ്ത ഗ്ലാസ് എടുക്കുക. ഇപ്പോൾ എഡ്ജൊക്കെ പോളിഷ് ചെയ്ത ഗ്ലാസും എഡ്ജ് പോളിഷ് ചെയ്യാത്ത ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പോളിഷ് ചെയ്ത ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്ന അക്വേറിയത്തിന് പോളിഷ് ചെയ്യാത്ത ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്ന അക്വേറിയത്തിനേക്കാളും 10 ഇരട്ടി ഭംഗിയുണ്ടായിരിക്കും. ഈ എഡ്ജൊക്കെ പോളിഷ് ചെയ്യുന്നതിന് ഒരു ഫീറ്റിന് ഏകദേശം 15 രൂപ 20 രൂപ അതിന് ഇടയിലൊക്കെ റേഞ്ച് ഉണ്ടായിരിക്കുമല്ലോ. പല സ്ഥലത്തും പല വിലയാണ്. അപ്പോൾ നമ്മൾ അക്വേറിയത്തിന് ഗ്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയൊരു ലാഭം നോക്കിയിട്ട് നമ്മൾ പോളിഷ് ചെയ്യാതിരിക്കരുത്. അതിൽ നമ്മൾ ലാഭം പിടിക്കരുത്. നമ്മുടെ അക്വേറിയത്തിൻ്റെ ഭംഗി അതിൻ്റെ എല്ലാത്തിനും ബേസ് ചെയ്തിരിക്കും. അക്വേറിയത്തിൻ്റെ ഗ്ലാസ്സിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. നമ്പർ 1 ബോട്ടം ഗ്ലാസ്, നമ്പർ 2 ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ്, നമ്പർ 3 സൈഡ് ഗ്ലാസ്സസ്. അക്വേറിയത്തിൻ്റെ നീളം 12 ഇഞ്ച്, വീതി 12 ഇഞ്ച്. അതുകൊണ്ട് ബോട്ടം ഗ്ലാസിൻ്റെ മെഷർമെൻറ്റ് 12 ഇഞ്ച് ഇൻറ്റു 12 ഇഞ്ച്. അക്വേറിയത്തിൻ്റെ നീളം 12 ഇഞ്ച്, ഉയരം 12 ഇഞ്ച്. അതുകൊണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസിൻ്റെ മെഷർമെൻറ്റ് 12 ഇഞ്ച് ഇൻറ്റു 12 ഇഞ്ച്. ഗ്ലാസിൻ്റെ തിക്നെസ് 5 mm ആണ്. അത് കണക്കാക്കി വേണം കോംപ്ലിക്കേഷനുള്ള സൈഡ് ഗ്ലാസിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ. സൈഡ് ഗ്ലാസിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അക്വേറിയത്തിൻ്റെ ഉയരം 12 ഇഞ്ചാണ്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. പക്ഷേ വീതി 12 ഇഞ്ചിൽ നിന്നും ഫ്രണ്ട് ഗ്ലാസിൻ്റെ 5 mm ബാക്ക് ഗ്ലാസിൻ്റെ 5 mm ഗമ്മ് കയറാനുള്ള ഒരു 2 mm കൂടി ചേർത്ത് ടോട്ടൽ 12 mm കുറച്ചിട്ട് സൈഡ് ഗ്ലാസിൻ്റെ വീതി വന്നിട്ട് 12 ഇഞ്ച് മൈനസ് 12 mm എന്നെടുക്കണം. ഇനി നമുക്കൊരു കോട്ടൺ വേസ്റ്റ് വെച്ചിട്ട് ഈ ഗ്ലാസ്സിലുള്ള പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കാം. തുടങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ വേസ്റ്റ് ക്ലോത്തിൽ ഗ്ലാസ്സിൽ സ്ക്രാച്ച് വരാനുള്ള വസ്തുക്കളൊന്നും ഇല്ലയെന്ന്. അഴുക്കൊക്കെ പോകാനായിട്ട് നമ്മൾ തിന്നർ വെച്ചിട്ടാണ് കേട്ടോ അക്വേറിയം ഗ്ലാസ് ക്ലീൻ ചെയ്യേണ്ടത്. കുറച്ച് തിന്നർ പുതിയൊരു കോട്ടൺ വേസ്റ്റിലെടുത്ത് ഗ്ലാസ് നന്നായി തുടച്ച് ക്ലീൻ ചെയ്ത് അതിലെ സ്റ്റെയിനൊക്കെ റിമൂവ് ചെയ്യുക. ഗ്ലാസ് നല്ലോണം ക്ലീനായിട്ട് അഴുക്കൊന്നും ഇല്ലാതിരുന്നാലാണ് ഒട്ടിക്കുന്ന ഗമ്മ് ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഗമ്മ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ക്ലിയർ ഗമ്മ് സെലക്ട് ചെയ്ത് വാങ്ങിക്കണേ. വൈറ്റും ബ്ലാക്കും ഒന്നും വാങ്ങിക്കരുത്. എപ്പോഴും ക്ലിയർ ഗമ്മ് ചൂസ് ചെയ്ത് വാങ്ങിക്കണേ. ബോട്ടം ഗ്ലാസിന് മുകളിൽ ഈ വശത്തോട് ചേർത്താണ് നമ്മൾ ബാക്ക് ഗ്ലാസ് വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വശത്തോട് ചേർന്ന് തന്നെ സ്ട്രൈറ്റ് ലൈനിൽ ഗമ്മിടാം. നമുക്ക് ബാക്ക് ഗ്ലാസ് വയ്ക്കാം. ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ വലത്തോട്ടോ ഇടത്തോട്ടോ മുന്നോട്ടോ പിന്നോട്ടോ സ്വല്പം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഗ്ലാസ് വെച്ചതിന് ശേഷം ഗ്ലാസ് ഒരിക്കലും മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യരുത്. ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് വരും. ഇനി ആ 2 ഗ്ലാസ്സുകളും ജോയിൻറ്റ് ചെയ്ത് ആ കോർണറിലുള്ള ഗമ്മ് വിരൽ കൊണ്ടൊന്ന് വടിച്ചെടുക്കാം. ഇനി ഗ്ലാസ് ഞാൻ കൈയെടുത്താലും മറിഞ്ഞു വീഴാതിരിക്കാനായിട്ട് ബാക്കിലും മരത്തിൻ്റെ ഒരു ചെറിയ മുട്ടി വെച്ചിട്ട് ഞാനൊരു സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇനി സൈഡ് ഗ്ലാസ് വെക്കാനായിട്ട് നമുക്ക് ബോട്ടം ഗ്ലാസ്സിലും അതുപോലെ തന്നെ ബാക്ക് ഗ്ലാസ്സിലും ഗമ്മിട്ട് കൊടുക്കാം. സൈഡ് ഗ്ലാസ് വെരി കെയർഫുള്ളായിട്ട് ബോട്ടം ഗ്ലാസ്സിന് മേലെ വയ്ക്കുക. ബോട്ടം സീറ്റിംഗ് ആയതിനു ശേഷം ബാക്ക് ഗ്ലാസ് പതുക്കെ ഈ സൈഡ് ഗ്ലാസ്സിനോട് അടുപ്പിക്കുക. അടുപ്പിക്കുന്ന സമയത്ത് 2 ഗ്ലാസ്സുകളുടെയും ടോപ്പിലത്തെ എഡ്ജിൽ കണ്ണ് വെക്കുക. എപ്പോൾ നമ്മൾ 2 ഗ്ലാസ്സുകൾ ജോയിൻ ചെയ്താലും അപ്പോൾ തന്നെ ആ കോർണറുകളിലുള്ള എക്സസ് ഗമ്മ് വിരൽ കൊണ്ട് വടിച്ചെടുക്കാനായിട്ട് മറക്കരുത്. ഇതുപോലെ തന്നെ അടുത്ത സൈഡ് ഗ്ലാസ്സും വെക്കുക. ഫ്രണ്ട് ഗ്ലാസ് വയ്ക്കുമ്പോൾ ബോട്ടം ഗ്ലാസ്സിൽ ഗമ്മിടാം. അതിനുശേഷം ഫ്രണ്ട് ഗ്ലാസിൻ്റെ 2 വശങ്ങളിലും ഗമ്മിട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നേരെ കൊണ്ടുചെന്ന് ബോട്ടം ഗ്ലാസ്സിൽ വെച്ച് പതുക്കെ അടുപ്പിച്ച് ഒട്ടിക്കാം. ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഇത് 3 മിനിറ്റിനുള്ളിൽ വലിയും. ആ 3 മിനിറ്റിനുള്ളിൽ നമ്മൾ നമ്മുടെ പണി തീർത്ത് വിരൽ കൊണ്ട് വടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ കുളമായി പോകും. ടാങ്കിൻ്റെ പുറത്തേക്ക് ഇതുപോലെ തുറിച്ചു വരുന്ന ഗമ്മ് ഇതുപോലെ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് പതുക്കെ വടിച്ചെടുക്കാം. അപ്പോൾ അക്വേറിയം ഒട്ടിക്കൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഒരു അക്വേറിയം ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കൊരു 12 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിതെടുക്കാം, വെള്ളം നിറയ്ക്കാം. അപ്പോൾ എല്ലാവരും നാനോ അക്വേറിയം ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു വീഡിയോയോട് കൂടി വീണ്ടും കാണാം.